ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഞാനിന്ന് ഒരു ലൈൻ കുർത്തിയാണ് തയ്ക്കുന്നത്. യോക്കിനെ മാത്രമാണ് നമ്മൾ ലൈനിങ് ഇന്ന് വയ്ക്കുന്നുള്ളൂ. ആദ്യം തന്നെ നമുക്ക് യോക്കിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്താം. 15.5 ഇഞ്ചാണ് ഞാനിവിടെ വയ്ക്കുന്നത്. നമ്മുടെ ഷോൾഡർ വരുന്നത് 6.5 ഇഞ്ച്. അതുപോലെ തന്നെ ആം ഹോളും 6.5 ഇഞ്ചിൽ തന്നെ നമ്മൾ അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. എന്നിട്ട് ആം ഹോളിൻ്റെ പകുതി നമ്മൾ അടയാളപ്പെടുത്താം. ഇനി നമ്മുടെ ചെസ്റ്റ് അളവാണ്, അത് എത്രയാണോ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്ത് അത് മാർക്ക് ചെയ്യാം. വേസ്റ്റും നമ്മുടെ അതുപോലെ തന്നെ തയ്യൽ തുമ്പ് ചേർത്ത് അത് മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ഷേപ്പാണ്, നമ്മുടെ ഷേപ്പ് എത്രയാണോ അത് തന്നെ നമ്മൾ അവിടെ അടയാളപ്പെടുത്തി 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത് നമുക്കതൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. ഇനി നമ്മൾ നെക്കിൻ്റെ വിഡ്ത്താണ്. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചിലാണ് കൊടുക്കുന്നത്. 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് നമ്മുടെ നെക്കിൻ്റെ ഇറക്കം അടയാളപ്പെടുത്താം. ഇവിടെ ഞാൻ 5.5 ഇഞ്ചാണ് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം കൊടുക്കുന്നത്. അത് നമുക്കൊരു ബോക്സ് പോലെ വരച്ചെടുക്കാം. ഇനി നമ്മൾ ബാക്ക് നെക്കാണ് അടയാളപ്പെടുത്തുന്നത്. 3.5 ഇഞ്ചാണ് അതിൻ്റെ ഇറക്കം ഇവിടെ കൊടുക്കുന്നത്. അതിന് ഞാനൊരു റൗണ്ട് ഷേപ്പുള്ള ഒരു നെക്കാണ് കൊടുക്കുന്നത്. ഫ്രണ്ടിൽ നമ്മളൊരു ഡിസൈനായിട്ടൊരു നെക്ക് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആം ഹോളിൻ്റെ റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുകയാണ്. അത് നമുക്കൊരു ആം ഹോൾ കർവ് ഉപയോഗിച്ച് നമുക്കതിനെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ നല്ല തുണിയിലും ഇതുപോലെ തന്നെ നമ്മൾ ലൈനിങ് വെച്ച് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ സ്കേർട്ട് പോർഷനാണ് കട്ട് ചെയ്യുന്നത്. അത് നമ്മളുടെ ലെങ്ത് എത്രയാണോ അതിൻ്റെ ലെങ്ത്തിൻ്റെ 15 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ സ്കേർട്ട് ഭാഗത്ത് നമ്മൾ ലെങ്ത് അടയാളപ്പെടുത്താൻ. എന്നിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് വേണം നമ്മൾ സ്കേർട്ടിൻ്റെ ലെങ്ത് എടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ യോക്കിൻ്റെ ഭാഗം വെച്ച് നമ്മളുടെ ഷേപ്പ് ഒന്ന് അടയാളപ്പെടുത്തി അവിടെ നമുക്കതൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഇനി താഴ്വശത്തുനിന്ന് മുകളിലോട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ പകുതിയിൽ നിന്ന് നമുക്കൊരു ഷേപ്പ് ചെയ്ത് അങ്ങോട്ടേക്കൊന്ന് വരച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ തുണിക്ക് വീതി കുറവായ കാരണം ഈ മുറിച്ചെടുത്ത ഭാഗം ഞാൻ അവിടെ ജോയിൻ ചെയ്ത് അടിക്കുന്നുണ്ട്. അതിങ്ങനെയാണ് അടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് യോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ നെക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്, ഫ്രണ്ട് നെക്ക്. അതിനുശേഷം ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചോ തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമുക്കതൊന്ന് മുറിച്ചെടുക്കാം. എന്നിട്ട് ചെറിയ ചെറിയ കട്ടിങ് സ്റ്റിച്ചുമ്മ കൊള്ളാതെ നമുക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ മറിച്ചിട്ട് തയ്ക്കുമ്പോൾ ഫിനിഷിംഗ് ആയിട്ട് വരാനാണ് നമ്മളിങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ലൈനിങ്ങുമ്മ വെച്ച് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ നെക്കിനൊരു ഫിനിഷിങ് വരും.
ക്യാൻവാസ് ഇല്ലാതെയും നമുക്കത് തയ്ച്ചെടുക്കാം. ഇനി നമ്മൾ ഈ നെക്കിനെ നമ്മൾ മറിച്ചിട്ട് നല്ല വശത്തുകൂടെ ഒരു പതിച്ചടി നൽകുകയാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ക്യാൻവാസ് ഇല്ലാതെ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ നെക്ക് കിട്ടും. ഇനി നമ്മൾ സൈഡൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് അടിച്ചെടുക്കുകയാണ്. ലൈനിങ് അറ്റാച്ച് ചെയ്ത് നമ്മൾ യോക്കിന് മാത്രമാണ് ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ ബാക്ക് പാർട്ടാണ് നമ്മൾ എടുക്കുന്നത്. നെക്ക് ബാക്കിൻ്റെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുകയാണ് നമ്മുടെ നെക്കിൻ്റെ ഭാഗങ്ങളിൽ, സ്റ്റിച്ചുമ്മ കൊള്ളാതെ. ഇനി നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യാനാണ് പോകുന്നത്. ബാക്ക് പാർട്ടിൻ്റെയും ഫ്രണ്ട് പാർട്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് ചേർത്ത് ബാക്ക് പാർട്ടിൻ്റെ ആ നെക്കിൻ്റെ അറ്റത്ത് നമ്മൾ ഫ്രണ്ട് വശത്തിൻ്റെ നെക്കിൻ്റെ ഭാഗം വയ്ക്കുക. എന്നിട്ട് ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലൈനിങ്ങും നേരെ തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ വെച്ച് നമുക്ക് ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ലൈനിങ്ങിനെ നമുക്കൊന്ന് മടക്കി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് നമുക്ക് സാധാരണ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന പോലെ എടുത്താൽ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കും. അപ്പോൾ അതൊന്ന് നോക്കിക്കോളൂ. അപ്പോൾ കണ്ടില്ലേ, നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. അതിനുശേഷം യോക്കിൻ്റെ പകുതി അടയാളപ്പെടുത്തി, അതുപോലെ തന്നെ സ്കേർട്ട് ഭാഗം വരുന്നതിൻ്റെ പകുതി അടയാളപ്പെടുത്തി നമുക്ക് യോക്കിൽ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ടാണ് എടുക്കുന്നത്. പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത്താണ് നമ്മൾ സ്ലീവിന് കൊടുക്കുന്നത്. 10 ഇഞ്ച് വീതിയും. ഇനി 3.5 ഇഞ്ചിൽ നമ്മളൊരു മാർക്ക് ചെയ്തു. അതൊന്ന് ആ ഷേപ്പ് പോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് സ്ലീവിൻ്റെ ഷേപ്പിൽ നമുക്കതൊന്ന് വെട്ടിയെടുക്കാം. ഇനി നമ്മൾ ഫ്രണ്ട് ഒരു 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്രണ്ട് മനസ്സിലാവാനായിട്ട് നമ്മൾ അവിടെ അതൊരു മാർക്ക് ചെയ്തിടാം. ഇനി അടിവശം നമുക്കൊന്ന് മടക്കി തയ്ച്ചെടുക്കണം. 4 ഇഞ്ച് വീതിയിൽ മടക്കി വീണ്ടും 4 ഇഞ്ച് മടക്കിയിട്ടാണ് ഡബിൾ ഫോൾഡിലാണ് മടക്കി അടിക്കുന്നത്. അങ്ങനെ 2 സ്ലീവ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് നമുക്ക് നമ്മുടെ യോക്കിൽ അറ്റാച്ച് ചെയ്തെടുക്കണം. നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്നാണ് സ്ലീവ് ഒരു സൈഡിലേക്ക് അടിച്ചെടുക്കുന്നു. എന്നിട്ട് വീണ്ടും അതിനെ തിരിച്ച് മറു സൈഡിൽ അടിച്ചാണ് നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യുന്നത്.
അപ്പോൾ സ്ലീവ് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം നമ്മുടെ കുർത്തിയുടെ. ഇനി നമ്മുടെ കുർത്തിയുടെ അടിവശം ഒന്ന് മടക്കി തയ്ക്കണം. ആദ്യം നമ്മൾ ഒരു മടക്കിട്ട് ചെറുതാക്കി അടിക്കുകയാണ്, അല്ലെങ്കിൽ ഈ കുർത്തിയുടെ അടിവശം നമ്മൾ ചുരുണ്ട് പോകും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ആദ്യം ഒരു മടക്കിട്ട് തയ്ച്ച് വീണ്ടും നമ്മൾ ഒരു മടക്കും കൂടി ഇട്ട് തയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക.